ഏവർക്കും സിനി ലോഞ്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പീറ്റർ സ്ട്രോക്കർ രചന നിർവഹിച്ച് എഡ്വേർഡ് ബർക്കറിന്റെ സംവിധാനത്തിൽ വന്ന ത്രില്ലർ ചിത്രമാണ് കോൺക്ലേവ്. ഇതെന്തൊരു ചിത്രമാണ്! ചിത്രത്തിന്റെ ഏത് ഭാഗം എടുത്താലും മനോഹരം എന്ന് പറയാനാവും. അതിലേക്ക് നമുക്ക് വരാം. ചിത്രത്തിന്റെ കഥയിലേക്കൊന്ന് വരാം. നിലവിലെ മാർപ്പാപ്പ മരിക്കുന്നു. അവിടുത്തെ ഡീനായ തോമസ് ലോറൻസിനാണ് അടുത്ത മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള മേൽനോട്ടം. അങ്ങനെ 108 കർദിനാൾമാരെയും വിളിച്ചു കൂട്ടുകയാണ്. ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം ഒരു മാർപ്പാപ്പ മരിച്ചു കഴിഞ്ഞാലുള്ള അടുത്ത പ്രൊസീജിയേഴ്സ് ഒക്കെ എന്തൊക്കെയായിരിക്കുമെന്ന്. ഈ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്. എല്ലാം അടച്ച് പൂട്ടി പുറത്തുള്ള ഒരാൾക്കും ഒരു സന്ദേശവും എത്താത്ത രീതിയിലുള്ള ഒരു ഭയങ്കര സെക്യൂരിറ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ് പുതിയ മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുന്നത്. ആ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കറിയാം, വോട്ടിംഗ് കഴിയുമ്പോൾ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ കറുത്ത പുക വരും, മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിയുമ്പോൾ വെളുത്ത പുകയും വരും. അങ്ങനെ ആ ഒരു വോട്ടെടുപ്പാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. അതൊക്കെ തന്നെ വളരെ ത്രില്ലിംഗ് ആയിട്ട് തന്നെയാണ് ചിത്രത്തിൽ പോകുന്നത്. ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്നറിയാൻ വേണ്ടി ലോകം മൊത്തം കാത്തിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ അടച്ചുപൂട്ടി ആ 108 പേരും കൂടെ ഒരു മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഓരോരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതിനിടയിൽ സംഭവിക്കുന്ന ഓരോരോ കാര്യങ്ങൾ, അധികാരം എന്ന് പറയുന്നത് എല്ലാവർക്കും ആഗ്രഹമുള്ള ഒരു കാര്യം തന്നെയാണ്. അതിലേക്ക് എത്താൻ വേണ്ടി നമ്മളാ ചെയ്യുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്തെന്ന് വരും. അതൊക്കെ തന്നെ അടുത്ത മാർപ്പാപ്പയാകാൻ ലിസ്റ്റിൽ പേരുള്ളവരും ചെയ്യുന്നുണ്ട്. പക്ഷേ ഡീൻ തോമസ് ലോറൻസിന് ഒരു നല്ല മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തേ മതിയാവും. എന്നാൽ അദ്ദേഹത്തിന്റെ ലൈഫ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതിനിടയിലാണ് മാർപ്പാപ്പയുടെ ഒരു മരണം കൂടെ സംഭവിക്കുന്നത്. അപ്പോൾ തനിക്കുണ്ടായിരുന്ന ഡ്യൂട്ടികളൊക്കെ ഒറ്റയടിക്ക് വലുതാവുകയാണ്. ചെറിയ കാരണങ്ങൾ മതി മാർപ്പാപ്പയാകാനുള്ള സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും മാറിപ്പോകാൻ. നമ്മൾ രാഷ്ട്രീയത്തിലൊക്കെ കാണുന്നത് പോലെ അധികാരത്തിന് വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും അവിടെയും കാണിച്ചു പോകുന്നുണ്ട്. അതൊക്കെ തന്നെ സിനിമ കണ്ടു തന്നെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ഉചിതം. ആദ്യം അവിടെ എത്തിയത് 107 പേരായിരുന്നു. എന്നാൽ 108ാമത് ഒരാളും കൂടി ഉണ്ട് എന്ന് ആർക്കും അറിയില്ലായിരുന്നു. മാർപ്പാപ്പ മരിക്കുന്നതിന് മുമ്പ് രഹസ്യമായിട്ട് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഒരു കർദിനാളിനെ നിയമിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹവും മാർപ്പാപ്പനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു കോൺക്ലേവിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. ഈ ഒരു കോൺക്ലേവിനുള്ളിൽ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമ പറഞ്ഞു പോകുന്നത്. എന്നാൽ ചിത്രത്തിന്റെ അവസാനത്തോട് അടുക്കുമ്പോൾ ആരായിരിക്കും അടുത്ത മാർപ്പാപ്പ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെങ്കിലും ചിത്രത്തിന്റെ അവസാനം ഒരു ഒന്നൊന്നര ട്വിസ്റ്റ് ഉണ്ട്. എല്ലാവർക്കും അത് എങ്ങനെ ദഹിക്കുമെന്ന് അറിയത്തില്ല. ഒരു പുരോഹിതനാകാനുള്ള യാത്രയിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അത് ഓരോന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ചിത്രം. ഈ ഒരു വൈദിക പഠനവും അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് അതൊരു ഒന്നൊന്നര ട്വിസ്റ്റ് തന്നെയായിരിക്കും. ഇനി ചിത്രത്തിന്റെ ബാക്കി കാര്യങ്ങളിലേക്ക് വന്നാൽ, ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രാഫി ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, ഡയറക്ഷൻ ആയിക്കോട്ടെ, എഡിറ്റിംഗ് ആയിക്കോട്ടെ, ചിത്രത്തിന്റെ ഏതു മേഖല എടുത്ത് നോക്കിയാലും ഒന്നിനൊന്നും മെച്ചെന്നേ നമുക്ക് പറയാനായിട്ട് സാധിക്കും. സിനിമാറ്റോഗ്രാഫി എടുത്താൽ ആ ഒരു വത്തിക്കാൻ്റെ അന്തരീക്ഷവും ബാക്കി കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ പകർത്തിയിട്ടുണ്ട്. ഓരോ ഫ്രെയിമും അതിപ്പോൾ ക്ലോസ് വെക്കുന്നതാണെങ്കിലും വൈഡ് വെക്കുന്നതാണെങ്കിലും വളരെ മനോഹരമായിട്ട് എന്താണോ കഥ ഡിമാൻഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ക്യാമറമാൻ പകർത്തിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ കാര്യം എടുത്താലും ഇതൊരു വലിയ ത്രില്ലർ ചിത്രം എന്നതിലുപരി ഒരു ക്ലാസിക് സിനിമയായിട്ട് ആദ്യം തൊട്ട് അവസാനം വരെ ആരായിരിക്കും അടുത്ത് മാർപ്പാപ്പ എന്ന് അറിയാനുള്ള ആ ഒരു ത്വരയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ത്രില്ലടിപ്പിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വളരെ മനോഹരമായിട്ട് തന്നെ സിനിമയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് ആണെങ്കിൽ ആ ഒരു ഒഴുക്കിനനുസരിച്ച്, ആ കഥയുടെ ഒഴുക്കിനനുസരിച്ച് തന്നെ ചിത്രം നീങ്ങുന്നുണ്ട്. അത് നമ്മുടെ ആസ്വാദനത്തെ ഒത്തിരിയേറെ സഹായിക്കുന്നുമുണ്ട്. ഇതെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒന്നിനൊന്ന് മെച്ചമാക്കിയത് സംവിധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ സംവിധാനവും എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. ഇത്രയേറെ കാര്യങ്ങൾ മികച്ചതാകുമ്പോൾ അഭിനേതാക്കളുടെ പ്രകടനവും അതിനൊന്നും മികച്ചതായിരിക്കും എന്നതിൽ സംശയമില്ല. ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളും വളരെ മനോഹരമായിട്ട് തന്നെ അവരവരുടെ റോളുകൾ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഓസ്കാർ ലെവൽ ചിത്രമെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. അത്രയും മനോഹരമായിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നവർക്കും, അതായത് ഒരു മാർപ്പാപ്പ മരിച്ചതിന് ശേഷമുള്ള ബാക്കി നടപടിക്രമങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ അറിയാവുന്നവർക്ക് ചിത്രം കുറച്ചുകൂടെ ആസ്വദിക്കാനായിട്ട് സാധിക്കും. എന്നിരുന്നാൽ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലെങ്കിലും മനസ്സിലാകുന്ന രീതിക്ക് തന്നെയാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടെ അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു അറിവ് കിട്ടാനായിട്ട് ചിത്രം സഹായിക്കുന്നുണ്ട്. ഇതിനോടകം ചിത്രം പല ഫിലിം ഫെസ്റ്റിവലുകളിലും പ്രദർശിപ്പിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ്. അവിടെ നിന്നെല്ലാം തന്നെ മികച്ച നിരൂപക പ്രശംസയും ചിത്രത്തിന് കിട്ടിയിട്ടുണ്ട്. തിയേറ്ററിൽ നിന്നാണെങ്കിലും നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു ചിത്രം നിങ്ങളെ ഒട്ടും നിരാശരാക്കില്ല എന്നത് മറ്റൊരു കാര്യം. ഈ ഒരു ചിത്രം കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ പങ്കുവയ്ക്കുക. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.